ഇന്നത്തെ മീറ്റിംഗിലാണ് ഇവർ പറയുന്നത് ജനുവരിയിൽ ഇങ്ങനെ ലേ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വർക്കേഴ്സിനെ എന്നുള്ളത് ഇന്നത്തെ മീറ്റിംഗിലാണ്. തീർച്ചയായിട്ടും ഇവിടെ എത്താം, ഈ മീറ്റിംഗിൽ പങ്കെടുക്കാം, നേരിട്ട് മന്ത്രി തന്നെ പങ്കെടുക്കാം എന്ന് ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വന്നത് ഇവരുടെ ഒരു ലീഗൽ അഡ്വൈസറാണ് വന്നിരുന്നത് ഈ മീറ്റിംഗിൽ. ലീഗൽ അഡ്വൈസറോട് നമ്മളിതെല്ലാം കൺവേ ചെയ്തിട്ടുണ്ട്. അതുവരെ നാളെ മുതൽ ഇവർക്ക് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്കുള്ള വർക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷേ ഇവർക്ക് ഇവിടെ കയറാനും അതുപോലെ തന്നെ ഇവിടെയുള്ള ഡൈനിങ് ഫെസിലിറ്റിയും വാഷ്റൂം ഫെസിലിറ്റിയും ഒക്കെ കൊടുത്തുകൊണ്ടായിരിക്കും 10-ാം തീയതി വരെ എന്നാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. 10-ാം തീയതി ഹയർ ഒഫീഷ്യൽസ് വന്നിട്ട് ഡിസിഷൻ ആരാ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ റെപ്രസെൻറ്റേറ്റീവ്സ്, അതായത് ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് വന്നിട്ട് തീരുമാനം എടുത്തിട്ടേ നമുക്ക് തീരുമാനം പറയാൻ പറ്റുള്ളൂ. മിനിസ്റ്ററിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് 800ഓളം കുട്ടികൾ ഇതിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇവർക്ക് തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ നമ്മളെ എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗവൺമെന്റാണ് ഇന്ന് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എംപ്ലോയറിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിഞ്ഞ് അവരുടെ ആവശ്യവും എന്താണെന്ന് അറിഞ്ഞിട്ട് അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് ഉണ്ടായിരിക്കണമെന്ന് അറിഞ്ഞ് അതുകൂടി നിവർത്തീകരിക്കാനുള്ള ഒരു നീക്കവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ജീവനക്കാരുടെ ഭാഗം അവരെന്താ പറഞ്ഞത്? അവർക്ക് ജോലി തിരികെ പ്രവേശിക്കുന്നതിനപ്പുറമായി വേറൊന്നിനും അവർ തയ്യാറല്ല. അല്ല, ഇവരുടെ ജീവനക്കാരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ വന്നിരുന്നു. അവരെല്ലാം പറയുന്നത് അവർക്ക് വർക്ക് ഉണ്ടാവും, ലൊക്കേഷൻ ബേസ്ഡ് അല്ല ഇവരുടെ വർക്ക് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അത് നമ്മൾ അവരുടെ ഹയർ ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവരൊരു തീരുമാനം എടുത്തതെന്ന് തന്നെ അവർ തന്നെ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അവർ പെട്ടെന്ന് വന്നിട്ട് രാവിലെ വന്നിട്ട് 3 മണിക്ക് എല്ലാവരും പോയിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും ഇതുപോലെ അവർ ബാംഗ്ലൂരിലൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരം രീതിയിലായിരിക്കും കേരളത്തിൻ്റെ പ്രവർത്തനവും എന്ന് ഒരുപക്ഷെ അവർ വിചാരിച്ചിട്ടുണ്ടാവും. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഇവരെ റീറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾക്കൊക്കെ ജോലി കൊടുക്കാനും തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ വന്ന 25ഓളം പേര് പറയുന്നത് കഴിഞ്ഞ ജനുവരിയിൽ അവരെ സമാനമായ രീതിയിൽ തന്നെ ഇവിടുന്ന് പിരിച്ചുവിട്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ലേബർ വകുപ്പിൽ പരാതി നൽകി ഒരു നടപടി ഉണ്ടായിട്ടില്ല, ഇപ്പോഴും അവർക്ക് ഒരു വെക്കലില്ല എന്ന് പറയുന്നത്. ഇത് ആദ്യത്തെ സംഭവം അല്ലേ? അത് ആദ്യ സംഭവമല്ലേ, വർക്കുകൾ സ്ഥിരമായി ചെയ്യുന്നുണ്ട്. ലീഗൽ അഡ്വൈസർ എന്താ കഴിഞ്ഞ ജനുവരിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ളത് ഇന്നത്തെ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുന്നേ വകുപ്പിൽ ഇങ്ങനെ പരാതിന്റെ അതിൽ നടപടി സ്വീകരിക്കുന്നതാണ്. നമുക്ക് ഇതുവരെ ഈ ലാസ്റ്റ് സാറ്റർഡേ ആണ് ഇഷ്യൂ നടന്നപ്പോഴാണ് കമ്മീഷണറേറ്റ് തലത്തിൽ ഈ പരാതി ലഭിച്ചിട്ടുള്ളത്. സ്ഥിരമായി നടക്കുന്ന ഒരു ഇഷ്യൂ ഇന്നത്തെ മീറ്റിംഗിലാണ് ഇവർ പറയുന്നത് ജനുവരിയിൽ ഇങ്ങനെ ലേ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വർക്കേഴ്സിനെ എന്നുള്ളത് ഇന്നത്തെ മീറ്റിംഗിലാണ് അറിഞ്ഞത്. പക്ഷെ അവർ പരാതി രേഖാമൂലം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പരാതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയോ അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ ചോദിക്കുകയോ ഒന്നും തന്നെ ലേബർ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പരാതി പരിശോധിക്കാം. ആ പരാതി കിട്ടിയതായിട്ട് കമ്മീഷണറേറ്റിൽ കിട്ടിയതായിട്ട് ആസ് ഓഫ് നോ എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ രേഖാമൂലം നൽകിയെന്ന് പറയുന്നു, പരിശോധിക്കാം. മാത്രമല്ല, ഇത്രയും ചർച്ച നടക്കുമ്പോൾ ഈ ജീവനക്കാരെല്ലാം പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം വളരെ ദയനീയമാണ്. കാരണം പെൺകുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്, ഇവരൊക്കെ ഇത്രയും സമയം പുറത്ത് നിൽക്കുമായിരുന്നു. അപ്പൊ അത് ശരിക്കും മനുഷ്യത്വപരമായ സമയമാണ്. നമ്മൾ ഇന്നത്തെ മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ മീറ്റിംഗ് പ്രകാരം മീറ്റിംഗിന്റെ മിനിറ്റ്സ് പ്രകാരം കമ്പനിക്ക് ഇപ്പൊ തന്നെ നോട്ടീസ് കൊടുക്കുകയാണ്. കമ്പനി എത്രയും വേഗം, അതായത് നാളെ രാവിലെ മുതൽ പ്രവർത്തിക്കണം, ഇവർക്ക് വർക്ക് ഇല്ലെങ്കിൽ കൂടി ഇവർക്ക് ഇവിടെ ആക്സസ് കൊടുക്കണം, എല്ലാ ഫെസിലിറ്റീസും നൽകണം എന്നുള്ള നോട്ടീസ് നമ്മളിപ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് തുറന്ന് പ്രവർത്തിപ്പിക്കുക എന്ന് തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ബഹുമാനപ്പെട്ട മിനിസ്റ്ററും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മിനിസ്റ്ററിന്റെ നേതൃത്വത്തിൽ 10-ാം തീയതി നമ്മളിവിടെ ഒരു മീറ്റിംഗ് നടത്തുന്നുമുണ്ട്. ആ മീറ്റിംഗിൽ നമ്മൾ മാക്സിമം ഈ ഇഷ്യൂ സെറ്റിൽ ചെയ്യാൻ തന്നെ ശ്രമിക്കും. ഇഫ് അറ്റ് ഓൾ ഇത് സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലീഗൽ നടപടികളായിട്ട് മുന്നോട്ട് പോകും. സാമ്പത്തിക പ്രതിസന്ധിയാണ് കമ്പനിക്ക് ഇവരെ ജീവനക്കാരെ അങ്ങനെ ബോധ്യപ്പെടുത്തിയെന്ന് പറയുന്നത്. ഇവർ തന്നെ തിരിച്ചുവിട്ടപ്പെട്ട ജീവനക്കാർ തന്നെ മറ്റ് സൈറ്റുകളിലും ജോലി അന്വേഷിക്കുമ്പോഴും ഒക്കെ ഈ സെയിം കമ്പനി തന്നെ ഹയറിംഗ് വെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അതെല്ലാം എന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ ഇഷ്യൂസ് ഒക്കെ തന്നെ ഇന്ന് ഇവർ പറഞ്ഞിരുന്നു, നമ്മുടെ കുട്ടികളെല്ലാം പറഞ്ഞിരുന്നു. അതായത് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ലീഗൽ അഡ്വൈസർ പറയുന്നത് പ്രോഫിറ്റ് ഇഷ്യൂ ആണെന്ന് പറയുന്നു. പക്ഷേ പ്രോജക്ട്സ് മറ്റ് ലൊക്കേഷൻസിലുണ്ടെന്ന് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇവരുടെ P&L സ്റ്റേറ്റ്മെന്റ്സ് ഉൾപ്പെടെ തന്നെ അന്ന് തരണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ മീറ്റിംഗിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരുടെ ഹെഡ് ഓഫീസിലും അത് അറിയിക്കുന്നുണ്ട്.